ആവിയിൽ വേവിച്ച് ലഡു ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഈ ലഡു ആവിയിൽ വേവിച്ചാണ് തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. ഇതുണ്ടാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് 1.5 കപ്പ് കടലപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അരിച്ചെടുത്ത് ചേർക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കൂടെ തന്നെ 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മുഴുവനില്ല, 1/4 ടീസ്പൂണിൽ ഏകദേശം 1/4 ഭാഗം ഉപ്പ് ചേർത്ത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൂട്ടി തയ്യാറാക്കിയെടുക്കാം. 1 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അത് കുറച്ച് കുറച്ചായി ചേർത്ത് നമുക്ക് അത്യാവശ്യം കട്ടിയായിട്ടുള്ള കൂട്ടാണ് തയ്യാറാക്കിയെടുക്കേണ്ടത്. 1 കപ്പ് വെള്ളമാണ് എടുത്തത്. അതിലേകദേശം 1 ടീസ്പൂണോളൊക്കെ വെള്ളം മാത്രമേ ബാക്കിയായിട്ട് വന്നിട്ടുള്ളൂ. ഈ ഒരു രീതിക്കാണ് കൂട്ട് വേണ്ടത്. ഇതുപോലെ കൂട്ട് തയ്യാറായി കഴിഞ്ഞാൽ ഒരു 1-2 മിനിറ്റ് നേരം നല്ലപോലെ തന്നെ ബീറ്റ് ചെയ്തെടുക്കും. നല്ലപോലെ ഫ്ലഫി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇനി ഈ ഒരു കൂട്ട് ആവിയിൽ വേവിച്ചാണ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു കറിപ്പാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതൊന്ന് എണ്ണ തടവിയെടുത്തതിന് ശേഷം അതിലേക്ക് ഈ ഒരു കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ആവി കയറ്റിയെടുക്കാം. അതിനായിട്ട് സ്റ്റീമറിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മുതൽ 12 മിനിറ്റ് നേരത്തേക്ക് നല്ലപോലെ ആവി കയറ്റി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ചൂട് നല്ലപോലെ ആറി വന്നതിന് ശേഷം ഇതുപോലെ പാത്രത്തിൽ നിന്നും ഒന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളിതിന് മിക്സറിൻ്റെ ചെറിയ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാനാണ് പോകുന്നത്. അതിന് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത്. പൾസ് മോഡിൽ ഈ ഒരു രീതിക്ക് വേണം പൊടിച്ചെടുക്കാൻ. ഒരുപാട് പൊടിഞ്ഞു പോവരുത്. ഇനി ഇതൊന്ന് വറുത്തും കൂടി എടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് ഇതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇതുപോലെ ചെയ്യുന്നത് ഈ ഒരു ലഡുവിൻ്റെ ഷെൽഫ് ലൈഫ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ആവിയിൽ വേവിച്ചെടുത്തത് കൊണ്ട് തന്നെ ഇതിൽ വെള്ളപ്പറ്റ് കാണും. അതൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വറുത്തെടുക്കുന്നത്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇനി പഞ്ചസാര പാനി റെഡിയാക്കി എടുക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് 1.5 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/4 കപ്പ് വെള്ളം ഒഴിച്ച് പഞ്ചസാര പാനിയാക്കി എടുക്കാം. ആദ്യം ഈ ഒരു പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വന്നതിന് ശേഷം ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/4 ടീസ്പൂൺ ഏലക്ക പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കൂടെ തന്നെ ഞാനിവിടെ യെല്ലോ ഫുഡ് കളറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓർഗാനിക് ഫുഡ് കളറാണ് യൂസ് ചെയ്തത്. ഇത് ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഒരു പഞ്ചസാര പാനി ഒറ്റനൂൽ പരുവത്തിന് തൊട്ട് മുന്നേയുള്ള ആ ഒരു പാകത്തിനാണ് എടുക്കേണ്ടത്. നല്ലപോലെ കയ്യിൽ ഇങ്ങനെ പറ്റി പിടിക്കുന്ന ആ ഒരു രീതിക്കായിരിക്കണം. പക്ഷെ ഒരു നൂൽ പരുവ ആകുന്നതിന് തൊട്ട് മുന്നേ എടുക്കണം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കടലപ്പൊടിയുടെ കൂട്ട് മുഴുവനായിട്ട് ഇട്ട് കൊടുത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ആ ഒരു പാനിൽ നിന്നൊക്കെ നന്നായിട്ട് റിലീസായിട്ട് വരുന്ന ആ ഒരു പാകം വരെയാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് കുറച്ച് നെയ്യിൽ മൂപ്പിച്ചെടുത്തിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് ചൂടാറി വന്നതിന് ശേഷം നമുക്കിത് ഒന്ന് ഉരുട്ടിയെടുക്കാവുന്നതാണ്. അപ്പോൾ ദാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ ആവിയിൽ വേവിച്ചാണ് നമ്മളിത് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ടേസ്റ്റൊക്കെ സാധാരണ ലഡു പോലെ തന്നെയാണ്. ഇത് ഫ്രിഡ്ജിൽ വെച്ച് സ്റ്റോർ ചെയ്യുന്നതാണ് നല്ലത്. എന്തായാലും ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്.